പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. വഴി പറഞ്ഞ അനുവിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയണ്ടേ. ബ്രോ എല്ലാരോടും വെയിറ്റ് ചെയ്യാം. ദുർഗായാമം അവസാനിക്കാൻ ഇനി വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഗുരുതി പൂജ പാതിയിൽ മുടങ്ങിപ്പോയതിൽ ഞാൻ ദേവിയോട് ക്ഷമാപണം ചോദിച്ച് വിളക്കുകൾ അണയ്ക്കാൻ പോവാ. വേണ്ട, ഞങ്ങൾ എത്തി. ജഗദീശ്വരനെ നല്ലോണം പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിക്കുക. 5 തിരികളും തെളിയിക്കണം. ദാ ഇതിനെ നിണമെന്നാ പറയുക. രണ്ടുപേരും ദേവിക്ക് നിണാഭിഷേകം നടത്തണം. ദാ എടുത്തോളൂ. ഗുരുതി പൂജ ശുഭകരമായി അവസാനിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ വിഘ്നങ്ങൾ പലതും ഉണ്ടായില്ലേ? അതൊരു ശുഭലക്ഷണമല്ല. ശത്രുഭയം അവസാനിച്ചിട്ടില്ല. നല്ല ശ്രദ്ധയുണ്ടാവണം. ഇനി എല്ലാവർക്കും പിരിയാം. പാർവതിക്ക് കുടുംബ പ്രശ്നം, തലവേദന, ക്ലിനിക്ക്, മരുന്ന്. എന്തിനായിരുന്നു മുക്ത? ശത്രുക്കളുടെ കൈകൊണ്ട് ഞാൻ ഇല്ലാതാവണമെന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ അങ്ങനൊരു കള്ളം പറഞ്ഞ് പൂജ മുടക്കാൻ നോക്കിയത്? അതുകൊണ്ടൊന്നും അല്ല കൈലാഷ്. അവൾക്ക് അനാവശ്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടപ്പോ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ പൂജ മുടക്കാൻ നോക്കിയിട്ടില്ല. അവള് പൂജയിൽ പങ്കെടുക്കരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഭദ്രദൈവം കൊളുത്താൻ അവള് തന്നെ വരേണ്ടി വന്നില്ലേ? ഞാൻ തോറ്റുപോയി, സമ്മതിക്കുന്നു. അല്ലെങ്കിലും ഈ ഇടയായി എനിക്കാണല്ലോ എപ്പോഴും തോൽവി. പക്ഷേ ഞാൻ ജയിക്കും കൈലാഷ്, നീ കണ്ടോ. നീ എന്തെങ്ങനെയൊക്കെ പറയുന്നേ? കൈലാഷ്, വല്യത്താന് ദക്ഷിണ കൊടുക്കണം. വാ.
അത് ഞാൻ പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കാണുമായിരുന്നു. പ്രേതം പോലെ വിളറി വെളുത്ത്. അയാൾക്കുള്ള മരുന്ന് അത് തന്നെയാ. അയാളെ തലയാ അയാൾക്ക് വേദനിക്കില്ല. പക്ഷേ അയാളുടെ ആ പെൺമക്കളെ വലിച്ചഴച്ച അയാളുടെ ചങ്ക് പൊട്ടും. അയാള് നിലവിളിച്ചുകൊണ്ട് എന്റെ കാലി വന്ന് വീഴും. ഞാൻ പറയുന്നതെല്ലാം സമ്മതിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട്. അതിനുള്ള കരുക്കൾ ഈ രുദ്രപ്രതാപം നീക്കിക്കൊണ്ടിരിക്കുക. ജനങ്ങൾ വരുന്നു. അയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? പലിശ തരാൻ തൽക്കാലം നിവർത്തിയില്ല, കുറച്ച് സാവകാശം തരണമെന്ന് പറയാൻ. അല്ലാതെ എന്തിനാ? ഇനിയും വീട്ടിൽ വന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് മാനം കെടുത്തരുതെന്നും പറയും. നോക്കിക്കോ. പലിശ അടയ്ക്കാൻ സാവകാശം ചോദിച്ചാണ് വന്നതെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകുന്നതാ നല്ലത്. വീട്ടിൽ വന്ന് ചുറ്റുവട്ടത്തുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ മാനം കെടുത്തരുതെന്ന് പറയാനാണെങ്കിൽ ഞാൻ ഇനിയും വരും. മാനം കെടാൻ വയ്യെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തന്നിട്ടില്ലേ? അവളൊന്ന് മനസ്സ് വെച്ചാ 2-3 മാസം കൊണ്ട് കടവും തീർക്കാം, കുറച്ച് കാശ് സമ്പാദിക്കുകയും ചെയ്യാം. ഇവൻ എന്റെ കൈക്ക് പണി ഉണ്ടാക്കുമെന്നാ തോന്നുന്നത്. 2-3 പുതിയ സാരി വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ സാരി വേണ്ട, ചുരിദാർ മതി. അവള് ചുരിദാർ ഇട്ടുകൊണ്ട് ഇറങ്ങിയ അവക്ക് ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ ഞാൻ തരാം. അതിന് പലിശയും വേണ്ട. ഒരു 25 കൊല്ലം മുമ്പുള്ള ജനകനായിരുന്നെങ്കിൽ നിന്റെ നെഞ്ചുകൂടി ഞാൻ ചവിട്ടി ഒടിച്ചനെ. സുന്ദരേശ, ആളറിഞ്ഞ് സംസാരിക്കണം. ഇനി നിന്റെ നാവിന്ന് അരുതാത്തൊരു വാക്ക് വീണ ഇദ്ദേഹമല്ല, ഞാനായിരിക്കും നിന്നെ കൈവയ്ക്ക. നക്കാപ്പിച്ച കാശിന് വേണ്ടി ഇദ്ദേഹത്തെ അപമാനിക്കരുത്. പലിശ കാശ് ഇദ്ദേഹം തന്നില്ലെങ്കിൽ ഈ രുദ്രപ്രതാപം തന്നോളാം. ഉണ്ണി, കാശെടുത്തു. നിന്റെ നാടകം എന്റെ അടുത്ത് വേണ്ട. എന്നാ നിന്റെ പലിശ കാശ് എണ്ണി നോക്ക്.